ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അയല മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലൊരു അയല മീൻകറി നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവ ചേർക്കാവുന്നതാണ്. ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയം സൈസിലെ ഒരു പീസ് അളവിൽ ഇഞ്ചി എടുത്ത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളിയും കൂടി ചേർക്കാം. ചെറിയുള്ളിയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ തക്കാളി ചേർക്കുന്ന സമയത്ത് അതങ്ങനെ മുഴുവനെ ചേർത്ത് കൊടുത്താൽ മതിയാവും, അരിഞ്ഞ് ചേർക്കരുത് കേട്ടോ. അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിലായി പോവും. നമുക്കിതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തക്കാളി ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരിക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടിയാണ്. അപ്പോൾ നല്ലൊരു കളറും കൂടി കൊടുക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മുടെ തക്കാളി ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. മസാലകൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് വറുത്ത് കൊടുത്തേക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ തന്നെ മസാല നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കരുത്, എങ്കിൽ മസാല കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ നേരെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേഗം തന്നെ നമ്മുടെ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. ഒരു 2-3 പീസ് അളവിൽ കുടംപുളി ചേർക്കാം. കുടംപുളി അല്ലാന്നുണ്ടെങ്കിൽ വാളംപുളിയാണെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും കൂടിയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി നമ്മുടെ ഈ മീൻകറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കിലോ അളവിലാണ് അയല മീൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഒറ്റ പീസായിട്ടാണ് ഓരോ മീൻ ഇട്ടിട്ടുള്ളത്. ഇതിന് പകരം 2 പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മീനിലേക്ക് മസാലകൾ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് ചെറുതായിട്ട് മീനൊക്കെ ഒന്ന് വരഞ്ഞു കൂടി കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉടൻ തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. തൈ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നീട് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു സമയം തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മീനിലും പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് 1-2 തവണ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അയല മീൻ കറിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയല്ല അയല മീൻ കറി തയ്യാറാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ.
കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.